നമ്മളെല്ലാവരും യു എയിൽ വന്നിരിക്കുന്നത് കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10 വർഷമായി യു എയിൽ. ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മിസ്റ്റർ ജെയ് ഈസ് ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഇൻ യു എ. അപ്പം ഈ എല്ലാവരും ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അല്ലെങ്കിൽ കരിയർ സ്റ്റെബിലിറ്റിക്കും പുറകെ പോകുമ്പം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും പലർക്കും അവർ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റിയോ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും. അപ്പം ഞാൻ ജെയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വെച്ചത് സംതിങ് പേഴ്സണൽ ഓൾസോ. എന്താണ് ആക്ച്വലി ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ അവർക്കൊരു പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കരിയർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് അവരുടെ വർക്കിലും അവരുടെ പേഴ്സണൽ ലൈഫിലും ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ജെയിനോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് യുവിൽ വർക്ക് ചെയ്യുന്നതിൽ അവർ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെയിനായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താ വെച്ചാൽ എക്സസീവ് വർക്ക്. ഓക്കെ, മോർ ദൻ വാട്ട് ദേ ക്യാൻ ഹാൻഡിൽ. ഓക്കെ, ഫ്രം മൈ ഒബ്സർവേഷൻ പീപ്പിൾ ആർ ബീങ് അസൈൻ മോർ വർക്ക് ദൻ വാട്ട് ദേ ക്യാൻ ഹാൻഡിൽ. ഓക്കെ, അത് കാരണം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ആ സ്ട്രെസ്സ് കൂടി ബിക്കോസ് ഓഫ് ദാറ്റ് ദ ഫേസിങ് അഡീഷണൽ ഇഷ്യൂസ് ഇൻ ടേംസ് ഓഫ് ഹാവിങ് ഇതിലെന്താ പറയുക, ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഈ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ സാധാരണ വർക്ക് ചെയ്യുന്നുണ്ട് ബാങ്കിങ്ങിലൊക്കെ? See, it all varies, but on an average, I feel UAE it's around 13 to 14 hours on an average. 14 hours minimum continuous work ചെയ്യുന്നുണ്ട്. And in some companies, I see that people are working almost 7 days a week. 7 days. Saturday, Sundays ഒക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ആണ് മെയിൻ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. ആൻഡ് ഈ സ്ട്രെസ് ഈസ് കോസിങ് ദം അഡീഷണൽ സൈഡ് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുക? ഇപ്പോൾ ഉണ്ടാകുന്ന മേജർ അസുഖങ്ങൾ മെഡിക്കലി പറയുകയാണെങ്കിൽ ആർട്ടിക് എന്യൂമറൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അസുഖമുണ്ട്. ഈ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ദ വെയിൻസ്. ഓക്കെ, വെയിൻസിൻ്റെ എക്സ്പാൻഷനും അത് കാരണം കൊണ്ടുണ്ടാകുന്ന ഇൽനെസ്സും. പിന്നെ അനദർ ദിസ് തിങ് മെഡിക്കൽ ടേം ദേ യൂസ് ലാറ്ററൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അസുഖമുണ്ട്. അതും മറ്റേ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു വെയിൻസ്. പക്ഷേ അത് മറ്റേ എന്താ പറയുക, ഓൺ യുവർ ബാക്ക് സൈഡിൽ വെയിൻസിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. മറ്റേ എന്താ പറയുക, ബ്രെയിനിൽ നിന്ന് വരുന്ന വെയിൻസ് ടു ദ ബാക്ക് ഓഫ് യുവർ നെക്ക് ഗോയിങ് ഇൻ ടു യുവർ ബോഡി, അതിലുണ്ടാകുന്ന ഇൽനെസ് ആണ് ഇതൊക്കെ. സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു ഡോണ്ട് ഐഡൻറ്റിഫൈ ദിസ് യുവർ സെൽഫ് ആൻഡ് ഗോ ആൻഡ് സീ എ ന്യൂറോളജിസ്റ്റ് അറ്റ് ദി എന്താ പറയുക ഏർലി സ്റ്റേജസ്, ഫൈനൽ സ്റ്റേജസിൽ സ്ട്രോക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഹൈ പെയ്ഡ് ആയിട്ട് സാലറീസ് ഉള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 18, 25, 30,000 ഒക്കെ. അവരൊന്നും മെൻ്റലി ഹാപ്പി അല്ല, അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്ക് ഒരു മാസം ജോലിയിൽ നിന്ന് മാറി നിന്നാൽ ജോലി നഷ്ടപ്പെട്ടാലും ഭയങ്കര പാനിക് ആവുകയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വരുന്നത്. എന്താണ് ജയിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? ഐ ഡോണ്ട് സീ ഇറ്റ് ദാറ്റ് വേ. ഇത് ഹൈ പേയിങ് ആൾക്കാർക്ക് മാത്രമല്ല ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈവൻ പീപ്പിൾ ഹു ആർ ഹാവിങ് മോഡറേറ്റ്ലി എന്താ പറയുക മിഡിൽ ഇൻകം സാലറി ഉള്ളവർക്കും ഈ അസുഖം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ കമ്പനീസൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാണ്ട് ഉള്ള സ്റ്റാഫിനെ കൊണ്ട് ഇതില്ലേ ഈ റിമൈനിങ് വർക്ക് എടുക്കാൻ അവർ ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എക്സസീവ് വർക്ക് ലോഡ് വരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇവിടെ പ്രിവലൻ്റായിട്ട് ഉള്ളത്. ഓക്കെ, ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലി മാറി വേറെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തതിന് കാരണം? ഒന്നാമത്തത് ലൈഫിൽ ഒരു വിഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ജോലി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടാവണം, പ്ലാൻ ഉണ്ടാവണം. ലൈക്ക് ഹൗ ലോങ് യു ഇൻറ്റൻഡ് ടു വർക്ക് ഹിയർ ആൻഡ് യുനോ എന്താ പറയുക ഇൻ യുവർ ലാസ്റ്റ് 5-10 years ഓഫ് യുവർ കരിയറിൽ യു ജസ്റ്റ് കനോട്ട് സ്റ്റാർട്ട് യുനോ planning for your future. You need to start very early. And then the other thing is നമ്മൾ എന്താ പറയുക കേരളൈറ്റ്സിന് ബേസിക്കലി നമ്മുടെ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ് ആൻഡ് ഗോൾഡ് ആണ്. ടിൽ ഐ ഡോണ്ട് തിങ്ക് ഈവൻ നൗ വി ആർ ലുക്കിംഗ് ബിയോണ്ട് ദാറ്റ്. വെരി ഫ്യൂ പീപ്പിൾ ആർ ലുക്കിംഗ് ബിയോണ്ട് ദാറ്റ്. ദോ ഐ വുഡ് സേ ദാറ്റ് തിങ്സ് ഹാവ് ഇംപ്രൂവ്ഡ് ബട്ട് നോട്ട് ആസ് മച്ച്. ഒരു 10 years മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ലൈക്ക് എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ മാഗസിൻ പോലും ഇല്ല മലയാളത്തിൽ. ഇപ്പോൾ പിന്നെ 1-2 മാഗസിൻസ് ഒക്കെ വന്നു തുടങ്ങി ആൻഡ് പീപ്പിൾ ആർ ബൈയിങ് ആൻഡ് റീഡിങ് ഇറ്റ്. ബട്ട് ദെൻ
യുനോ ഈ ലാൻഡിലും ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ളൊരു സ്റ്റെബിലിറ്റി യു മേ നോട്ട് ഗെറ്റ് ഇൻ ദീസ് അതർ പ്രൊഡക്ട്സ്. ഇപ്പോഴത്തെ പ്രൊഡക്ട്സ് ഇക്വിറ്റി ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ദർ ആർ റിസ്ക് ഇൻവോൾവ്, ബട്ട് ഈവൻ ദോസ് റിസ്ക് ക്യാൻ ബി എന്താ പറയുക മിറ്റിഗേറ്റഡ് ഇഫ് യു നോ ഹൗ ദീസ് പ്രൊഡക്ട്സ് വർക്ക്. ഓക്കെ. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ് എനിക്ക് ചെയ്യാറുണ്ട്. കാരണം എനിക്കറിയാം ഓൾമോസ്റ്റ് 18 ഇയേഴ്സോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് യു ഹാവ് എ സ്റ്റേബിൾ ഫിനാൻഷ്യൽ പ്ലാനിങ്. അതായത് നിങ്ങളെ ജോലി നഷ്ടപ്പെട്ടാലും ഐ തിങ്ക് യു ഹാവ് എ ബാക്കപ്പ് വെർ അറ്റ്ലീസ്റ്റ് തിങ്സ് വിൽ ബി കവേർഡ്. എങ്ങനെയാണ് ഇങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? സി എൻ്റെ പ്രയർ വർക്ക് എക്സ്പീരിയൻസ്, ഞാൻ അതിന് മുമ്പ് ബാങ്കിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ബട്ട് ഐ വാസ് വർക്കിംഗ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. അപ്പോൾ ഐ നോ ഹൗ ദാറ്റ് പ്രോസസ് വർക്ക്സ്. നമുക്ക് ബേസിക്കലി നമ്മൾ ആദ്യം നമ്മുടെ തന്നെ ഒരു എന്താ പറയുക റിസ്ക് പ്രൊഫൈൽ ഐഡൻറ്റിഫൈ ചെയ്യണം, വെദർ യു ക്യാൻ ഹാൻഡിൽ ദാറ്റ് റിസ്ക് ആൻഡ് ഹൗ ദോസ് പ്രൊഡക്ട്സ് വർക്ക്. നമ്മളിപ്പോൾ ഇക്വിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഓൾവേസ് ഗോയിങ് അപ്പ്. And it falls the market falls at a much bigger pace than how it goes up. അപ്പോൾ നമുക്ക് ആ ഡൗൺഫോൾ ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് അതിനുള്ള ആ റിസ്ക് എന്താ പറയുക വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഇതൊക്കെ ലൈക്ക് യു വിൽ അച്ചീവ് ഓൾ ദീസ് ഓൺലി ഇഫ് യു എന്താ പറയുക ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദോസ് പ്രൊഡക്ട്സ്. ആ ഓരോരോ പ്രൊഡക്റ്റിലും ഓരോരോ റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി മോർ ഓർ ലെസ് ഈസി ഫോർ യു ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആൻഡ് ദെൻ മേക്ക് എ പ്ലാൻ. ഒരു 40s ഉള്ള ആൾക്കാർ, പ്രൊഫൈലിലെ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, മെൻ്റലി വർക്കിലൊക്കെ സ്ട്രെസ് ആയ ആൾക്കാർക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇനി നടക്കുക? കാരണം പഴയ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഇഫ് യു ഹാവ് എനി ഫാമിലി മെമ്പേഴ്സ് ഹു ആർ ടോട്ടലി എന്താ പറയുക ഡിപ്പെൻഡിങ് ഓൺ യു. അങ്ങനെയുള്ളവർക്ക് ആദ്യം ചിന്തിച്ചാൽ ആദ്യം യു നീഡ് ടു ഹാവ് എ ടേം പ്ലാൻ ഇൻ പ്ലേസ്. ബിക്കോസ് എന്താ വെച്ചാൽ ഇൻ കേസ് unfortunately something happens to you, people who have been depending on you, അവരുടെ ഇതില്ലേ ലൈഫ് സ്റ്റൈലിൽ ഒരു ഇത് വരാൻ പാടില്ല, വേരിയേഷൻ വരാൻ പാടില്ല. സോ ദേ ഷുഡ് ബി ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് ദ സെയിം ലൈഫ് സ്റ്റൈൽ ഈവൻ ഇഫ് യു ആർ നോട്ട് ദർ. ഓക്കെ. രണ്ടാമത് അവർക്കൊരു ജോലി ക്വിറ്റ് ചെയ്തിട്ട് വേറൊരു ജോലിക്ക് മാറണമെന്ന് വിചാരിക്കാൻ നിൽക്കുക. അപ്പോൾ ഇത്ര ലയബിലിറ്റീസും EMIs ഒക്കെ കിടക്കുന്നതുകൊണ്ട് മാറാൻ പറ്റില്ല. ആ ഏരിയയിൽ എന്തെങ്കിലും നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സി ഞാൻ പറഞ്ഞ പോലെ ഇൻ യുവർ 40s ideally you should have had a term plan in your 30s itself. But in your 40s ആയിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ടേം പ്ലാൻ എടുക്കണം. And then another important thing is ഒരു ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവണം. ഫാമിലി ഹെൽത്ത് ഫ്ലോട്ടർ. അതിപ്പോൾ ഈവൻ ഇഫ് യുവർ എംപ്ലോയർ ഹിയർ ഈസ് പ്രൊവൈഡിങ് യു വിത്ത് വൺ, ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യു ടു ഹാവ് വൺ ബാക്ക് ഹോം ഇൻ കേരള. അതായത് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നാലും ഫാമിലിയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും അത് ആ പ്ലാനിൽ കവർ ചെയ്തു അല്ലേ? ഏകദേശം ഒരു വർഷത്തേക്ക് ഒരു ഫാമിലിക്ക് ഏകദേശം എത്ര രൂപ? സി ഐഡിയലി ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 2 crores to 2.5 crores ഒരു ടേം പ്ലാൻ ഉണ്ട്. പക്ഷെ അതിന് ഇയർലി പ്രീമിയം ഏകദേശം എത്ര വരും? സി ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഫ്രം കമ്പനി ടു കമ്പനി. സി now and you have so many options like when you pay premium you can pay monthly, okay you can pay quarterly, you can pay annually. ഇങ്ങനെയൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ പ്രീമിയം ബിൽ എന്താ പറയുക യു വിൽ പേ ഫോർ എവറി ഇയർ. ഇന്ന് മറ്റേ ഓൺ ആവറേജ് ഇതുപോലെ പറഞ്ഞൊരു പ്ലാൻ ഫാമിലി ഫ്ലോട്ടർ പ്ലാനിന് ഇയർലി എത്ര പേര് 4 പേര് വരുന്ന ഒരു ഫാമിലിക്കൊക്കെയാണ്? എങ്ങനെയായാലും ഒരു 15,000 to 20,000 per year rupees. 15,000 to 20,000 rupees ആണ് പറയുന്നത്, ദിർഹംസിലല്ല പറയുന്നത്. ഹാർഡ്ലി അറൗണ്ട് 1,000-1,500 ദിർഹംസിനുള്ളിൽ നിൽക്കും. ഓക്കെ, അതൊരു ഓപ്ഷനാണ്. അല്ലാതെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ? അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക പറഞ്ഞ പോലെ ഒരു ടേം പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, എസെൻഷ്യൽ ആണ്. ഒരു ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു സേ ഹിയർ ഈസ് ഒരു NRI ആയിട്ട് നമ്മൾ നാട്ടിൽ ടേം പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ GST waiver. അത് nobody will tell you that. Even the person from whom you're going to buy this policy back home in Kerala or India, they will not tell you that. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോആക്റ്റീവായിട്ട് അവരോട് പറയണം. നമ്മൾ NRI കൊണ്ട് ആസ് പെർ ഇന്ത്യൻ റൂൾസ് വി ആർ എലിജിബിൾ ഫോർ GST waiver. നമ്മൾ ആക്ച്വലി പറഞ്ഞ ഒരു ഡോക്ടറെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ കാണുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് ചെറിയൊരു അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചേഞ്ചസ്, അതായത് ഇപ്പോൾ എല്ലാവർക്കും എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ ചെറിയ എമൗണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എവിടെയൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് മാറ്റി വയ്ക്കേണ്ടത്, എവിടെയാണ് ഇട്ടത്? ചില ആൾക്കാർ പറയും ഗോൾഡിലിടാം,
ചിലർ പറയും ക്രിപ്റ്റോയിൽ ഇടാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സേഫർ സോണിൽ ഒരു എമൗണ്ട് അവരുടെ സാലറിയിൽ നിന്ന് ചെറിയ എമൗണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ബാക്കപ്പ് ഉണ്ടാവില്ലേ? സി ജോലി നഷ്ടപ്പെടുന്നു പറയുമ്പോൾ അവർക്ക് ബേസിക്കലി ഇപ്പോൾ യു എയിലാണ് ജോലി എന്ന് വെച്ചാൽ ഒരു എൻഡ് ഓഫ് ടേം ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ. ബട്ട് അതല്ലാണ്ട് വാട്ട് യു ക്യാൻ ഡു ഈസ് ഈവൺ ഇൻ യുവർ 40s യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ. Mutual funds ആകുമ്പോൾ there are so many options you have there. You have equity, you have debt, you have hybrid, you have balanced fund. ഇതിലൊക്കെ even under this there are so many എന്താ പറയുക sub categories. But when you go to an investment consultant, first they will take your KYC. KYC എടുത്തിട്ട് what is your risk profile എന്ന് നോക്കിയിട്ട് accordingly they will advise you. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്നത് ഒരു അവൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പലരും ഈ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ആണല്ലോ നോക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്ര ലോങ് ടേം എടുത്താലാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്കൊരു 40s ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എപ്പോൾ അതിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം? See, ideally, നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ there will be ups and downs. Okay. The markets are not linear. Okay. It's going to be ups and downs. അപ്പോൾ ഒരു മാസം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എ മ്യൂച്വൽ ഫണ്ട് ഈസ് 500 rupees. 500 rupees monthly. ഓക്കെ. അപ്പോൾ ഐ എം ഷുവർ ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഹു വർക്ക് ഹിയർ ലൈക്ക് ദിൽ ബി ഏബിൾ ടു അഫോർഡ് മച്ച് മോർ ദാൻ ദാറ്റ്. ഓക്കെ. അപ്പോൾ ഒരു 1,000-1,500 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ and if you keep investing over a period of 10 to 15 years, you will definitely get more than 10% returns. നമുക്കൊരു FD ഇടുന്നേക്കാളും റിട്ടേൺസ്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. ഒരാൾ മാസം 2000 ഇന്ത്യൻ രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു 10 വർഷത്തേക്ക്. ഈ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷമാകുമ്പോൾ ആൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സി ഐഡിയലി നമ്മൾ പാസ്റ്റ് 70-75 ഇയേഴ്സിലത്തെ മ്യൂച്വൽ ഫണ്ട്സ് റിട്ടേൺസ് ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ ബ്ലൂംബർഗിൽ പോയിട്ട് ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഒരു 12-15% റിട്ടേൺസ് എന്തായാലും കിട്ടും. 12-15% റിട്ടേൺസ് കിട്ടും ഓൺ ആൻ ആവറേജ് കിട്ടും. ഓക്കെ, മേ ബി അതിനേക്കാൾ കൂടുതലാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഇക്വിറ്റിയിൽ തന്നെ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും യുവർ റിട്ടേൺസ് വിൽ ബി ഹൈ ബിക്കോസ് യു ആർ ടേക്കിംഗ് മോർ റിസ്ക്. ഓക്കെ, ഇതെല്ലാം ഒരാളുടെ പ്രൊഫൈലും അവരുടെ KYCയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് സംഭവം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു 40s ആകുമ്പോഴും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു സാധനം ജോലിയുടെ കൂടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ഏറ്റവും വലിയ റീസൺ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺ ഇസ് ഫിനാൻസ്. ദാറ്റ്സ് വൈ യു ആർ ട്രാപ്ഡ് ഇൻ യുവർ 8 hours or 12 hours or 15 hours ഓഫ് ജോബ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ജെയ്യൊക്കെ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ജെയ്യുടെ ഒക്കെ അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കാം. നോട്ട് ജസ്റ്റ് ഫോർ മാർക്കറ്റിംഗ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് റെലവൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഇതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.